ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആലോചിച്ചിട്ട് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പെണ്ണിനൊക്കെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ച് തിരികെ കൃഷ്ണമംഗലത്തേക്ക് എത്തുകയാണ് അവർ. അങ്ങനെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, ദേവമംഗലത്തെ അനന്തിൻ്റെ കല്യാണം നടന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തണം. നമ്മുടെ കല്യാണത്തിന് മുന്നിൽ അവൻ്റെ കല്യാണം ഒന്നും അല്ലാതായി തീരണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ലോക്കറിൽ നിന്ന് ആഭരണങ്ങളൊക്കെ എടുപ്പിക്കണം. കാരണം ഇനി അങ്ങോട്ട് ആവശ്യങ്ങളൊക്കെ വരാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നന്ദിതയും അമ്മയും കൂടെ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം സ്വർണ്ണങ്ങൾ മുഴുവനും മിത്രയ്ക്ക് കൊടുത്തത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക, എന്തൊരു വഴി എന്നൊക്കെ ആലോചിച്ചിട്ട്. ഇതേ സമയം മീനാക്ഷിയാണെന്നുണ്ടെങ്കിൽ ആകാശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എന്തേ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ സസ്പെൻഷൻ ആണെന്ന് പറയുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുകയും സസ്പെൻഷനോ എന്ന് പറഞ്ഞിട്ട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അന്നേരം ബാലനും ആകെ ടെൻഷൻ അടിക്കുന്നത്, എന്താ മോനെ ചോദിക്കുമ്പോൾ മീനാക്ഷിയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാലൻ ആകെ വെപ്രാളപ്പെട്ട് ദേവിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. നീയല്ലേടി പറഞ്ഞത് സർക്കാർ ഓഫീസിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അതേ മീനാക്ഷിനെ സസ്പെൻഡ് ചെയ്തു. അറിയാതെയാണെങ്കിലും നീ കാരണം ഞാനും കൂടി ഇതിന് കുറ്റക്കാരനായി എന്നൊക്കെ പറഞ്ഞ് ദേവിനെ കുറ്റപ്പെടുത്താണ്. ഇത്രയും പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.